എന്നെ കേൾക്കുന്ന പ്രിയരെ, കഷ്ടത ഒരു കൃപയാ. അവിടെ വായിക്കുന്നത് കഷ്ടത എന്ന കഠിനശോധനയിൽ കൂടി പോയിട്ടും അടുത്തത് അവരുടെ സന്തോഷ സമൃദ്ധി. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരുടെ കൃപ എന്നാന്ന് ചോദിച്ചാൽ, കൃപ പ്രാപിച്ചവര് ഒന്ന് കഷ്ടത എന്ന കഠിനശോധനയ്ക്കകത്തൂടാ പോകുന്നത്. അടുത്ത വാക്യത്തിലുണ്ട് മഹാദാരിദ്ര്യവും. സ്തോത്രം. ഒന്ന് കഷ്ടത എന്ന കഠിനശോധന, രണ്ട് വെറും ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം. കൃപ പ്രാപിച്ചവരാ, യേശുവിനെ അറിഞ്ഞവരാ, യേശുവിനെ ശുശ്രൂഷിക്കുന്നവരാ, യേശുവിനെ ആരാധിക്കുന്നവരാ, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരാ. പക്ഷെ ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കഷ്ടത എന്ന കഠിനശോധന, രണ്ട് മഹാദാരിദ്ര്യം. ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടി പോകുമ്പോഴും അവർക്ക് രണ്ട് വിശേഷതയുണ്ട്. അതാണ് ഒന്നാമത്തെ വിശേഷത, സന്തോഷ സമൃദ്ധി. രണ്ടാമത്തെ അടുത്ത വാക്യത്തിലുണ്ട് മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി. ഈ മഹാദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പോൾ ഔദാര്യം കാണിക്കുന്നത്, നമ്മളെ വല്ലതും കൊടുക്കാൻ ഉദ്ദേശമൊക്കെ ഉണ്ട്. പക്ഷേ ഇച്ചിരൂടെ ഒന്ന് ആകട്ടെ മാസ്റ്റർ എന്നാ പറയുന്നത്. പക്ഷേ കൺവെൻഷന് വേണ്ടി എന്തെങ്കിലും തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ആകുന്നില്ല. പക്ഷേ തിരുവചനം പഠിപ്പിക്കുന്നത് മഹാദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പോഴും ഔദാര്യം കാണിക്കുക. അതെല്ലാരെ കൊണ്ടും ഒക്കത്തില്ല, കൃപയുണ്ടേലേ ഒക്കുള്ളൂ. അത് ദൈവകൃപ പ്രാപിച്ചവർക്കേ സാധിക്കൂ. അപ്പോൾ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ ഈ ശോധന കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അല്ല, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം, ആരംഭകാലം അങ്ങനെ. മാത്രമല്ല ആരംഭകാലത്ത് ഇവരുടെ വിശേഷത 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ച 6 വാക്യം വായിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ, ആരംഭകാലത്ത് ഇവര് കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്തവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ ചിലപ്പം പറയാനുണ്ട്, ചിലർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. ഈ തിരുവല്ലയിൽ നിന്ന് കുമ്പനാട് വഴി പത്തനംതിട്ട വരുമ്പോൾ റാന്നി, കോന്നി ചില ഭാഗങ്ങള്, പിന്നെ അങ്ങ് തൃശ്ശൂർ സൈഡില് ആൽപ്പാറ സൈഡെല്ലാം, അതുപോലെ നെല്ലിക്കുന്നം, ആൽപ്പാറ, പഴഞ്ഞി, കുന്നംകുളം ആദിയായ സൈഡ്, പിന്നെ തിരുവല്ല, മേപ്പറ സൈഡ്, കൊട്ടാരക്കര, തൃക്കണ്ണമംഗല ആ ഏരിയകള്, അതുപോലെ ഉമ്മന്നൂര് ആ സൈഡൊക്കെ പഴയ പെന്തിക്കോസുകാരുള്ള ആ സ്ഥലങ്ങളിലൊക്കെ നല്ല നല്ല വീടുകളും ചുറ്റുപാടുകളും വന്നു. അതിപ്പോഴത്തെ 2, 3, 4 തലമുറയുടെ മെച്ചം കൊണ്ടൊന്നും കിട്ടിയതല്ല. നിങ്ങൾ സ്തോത്രം പറയലെന്ന് എനിക്കറിയാം. നിങ്ങളെ പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്കത് വിഷയവുമല്ല. സ്തോത്രം. നിങ്ങളെ എല്ലാം കൂടെ സ്തോത്രം പറയിപ്പിക്കാമെന്ന് കോൺട്രാക്ട് എടുത്ത് നടന്ന ആളുമല്ല ഞാൻ. വേണേ പറഞ്ഞാൽ മതി. ഒരു കാര്യം പറയാം, 4-ാം തലമുറ 5-ാം തലമുറയുടെ ഗുണം കൊണ്ടൊന്നും കിട്ടിയതല്ല. ഇവരുടെയൊക്കെ പിതാക്കന്മാർ കുടുംബത്തെക്കാൾ ഉപരി, മക്കളെക്കാൾ ഉപരി, വീടിനേക്കാൾ ഉപരി ഈ സുവിശേഷത്തെ സ്നേഹിച്ചു. അത് മറന്നു കളഞ്ഞില്ല ദൈവം. കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തില്ലെങ്കിലും സുവിശേഷ വേലക്കാരെ സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. സ്തോത്രം. വീട്ടിലെ പല കാര്യം ഇട്ടേച്ച് സഭയ്ക്ക് വേണ്ടി പല കാര്യം ചെയ്തു. അവരെ ഒന്നും ദൈവം മറന്നില്ല. കാരണം പുസ്തകത്തിലെ വാക്യം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, നീ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്താൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനം കൊണ്ടും സംസാരം കൊണ്ടും പണം കൊണ്ടും ശരീരം കൊണ്ടും ഏത് വിധേനയും നിന്നാലാവും വിധം ഈ മാർഗത്തിന് വേണ്ടി നീ നിന്നാൽ, അവിടുത്തെ വരവ് താമസിച്ചാൽ നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല, നിന്റെ തലമുറ അനപ്പതിക്കത്തില്ല, നിന്റെ കുടുംബത്തിൽ ദോഷം വരികയില്ല. യഹോവ ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. ദൈവം വിശ്വസ്തനാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്. തന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സാധിച്ചവരെ, തന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സാധിച്ചവരെ, സന്നിധം ചേർത്തു കൈകളാൽ അവരോട് കണ്ണുനീർ തുടച്ചിടുവാൻ, സന്നിധം ചേർത്തു കൈകളാൽ അവരോട് കണ്ണുനീർ തുടച്ചിടുവാൻ, പ്രതിഫലം തന്നിടുവാൻ യേശു
ആമേൻ. അധികമില്ലിനിയും ആളുകൾ നമ്മുടെ ആദികൾ അധികമില്ലിനിയും ആളുകൾ നമ്മുടെ ആദികൾ ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ പ്രാരംഭകാലങ്ങളിൽ ആരംഭ ദിശകളിൽ ഇവര് കർത്താവിന്റെ വേലയ്ക്കും കർത്തൃ ശുശ്രൂഷകൾ ചുമല കൊടുത്തു നിന്നവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം ദൈവം മറന്നു കളയത്തില്ല. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇറങ്ങിത്തിരിച്ചത് വിട്ടുപോകുന്നതെല്ലാം അബദ്ധമായോ എന്നൊരു ചിന്ത. കാരണം യെരൂശലേം പള്ളി, പുരോഹിതന്മാര്, പുരോഹിത വൃന്ദങ്ങള്, പള്ളിയില് സ്ഥാപന ജംഗമ വസ്തുക്കള്, കോടിക്കണക്കിന് വിലമതിക്കുന്ന പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും നിർമ്മിക്കപ്പെട്ടതായ ഈ വിലപിടിപ്പുള്ള സാധനങ്ങള്, അതിന്റെ ആഢ്യത്വമായ പല കാര്യങ്ങളെല്ലാം വിട്ട് ഉപേക്ഷിച്ചവർ ഇറങ്ങിത്തിരിച്ചു. ആ ഇറങ്ങിത്തിരിച്ച സമയത്ത് തീക്ഷ്ണതയോടെ നിന്നു. കാലക്രമേണ ഇവർക്ക് തോന്നി വിട്ടത് ഉപേക്ഷിച്ചതും ത്യജിച്ചതും വർദ്ധിച്ചതും ഇത് ഉപേക്ഷിച്ചത് അബദ്ധമായോ എന്ന് ചിന്ത അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർ ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് തെളിവ് 2 വാക്യം, ഒത്തിരി വാക്യമുണ്ട്, 2 മതി. ഇപ്പം 6, 12, 12, 12 ക്ഷീണിച്ചതിന് തെളിവ് 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ക്ഷീണിച്ചതിന് തെളിവ് മന്ദത. ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം ഒരു ചെറിയ മന്ദതയുണ്ട്. പിന്നെ സ്തുതിക്കാൻ പറയുമ്പം ലേലിയാന്നൊക്കെ പറയാ, കുഴപ്പമില്ല. ഒരു ചെറിയ മന്ദിപ്പുണ്ട്. ഉണ്ട്. ചിലരെ വസന്ത വന്ന കോഴി ഇരിക്കും പോലെ ഇരിക്കുന്നേ. ഒരു ചെറിയ മന്ദതയുണ്ട്. ആട്ടെ, എന്നാലും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ വന്നതുപോലെ തിരിച്ചു പോകരുത്, ബലപ്പെട്ടേ പോകാവൂ. അപ്പൊ ഇവർക്കൊരു മന്ദത. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണം. അപ്പൊ ശ്രദ്ധിക്കുക, മന്ദത ക്ഷീണിച്ചതിന് തെളിവാ. ഇനി 12, 12 ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. അപ്പൊ കൈ തളർന്നു, കാല് കുഴഞ്ഞു, തെളിവാ ക്ഷീണിച്ചെന്ന്. 6-ന്റെ 12, 12-ന്റെ 12 2 വാക്യത്തിൽ ഇവർ ക്ഷീണിച്ചു. ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്നു. അത് 10:32, 6-ന്റെ 9. കാലക്രമേണ ഇവർക്കൊരു ചിന്ത, വിട്ടത് ഉപേക്ഷിച്ചത് വർജിച്ചത് അബദ്ധമായി. ഇപ്പൊ പെന്തിക്കോസുകാർക്ക് ചിലർക്ക് ഒരു ചിന്ത, കമ്മലും മാലെ ഊരിയതെല്ലാം അബദ്ധമായോ എന്ന്. ഇടയ്ക്കിടയ്ക്ക് തൂത്തപ്പോ അബദ്ധമൊന്നുമല്ല അല്ലെന്ന് ഇപ്പൊ കുറെ പൊട്ടന്മാരിറങ്ങി പറയുന്നുണ്ട് ഊരണ്ടെന്ന്. ആള് കൂടുമല്ലോ. സ്തോത്രം. ഇത് ആള് കൂട്ടുന്ന മാർഗമല്ല. കാര്യങ്ങൾ പറയുക, ഇത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോ നമ്മുടെ സഭയിലും മിക്കവാറും അങ്ങനെയൊക്കെ വരുമായിരിക്കും. ഇടേണ്ടവർക്ക് ഇടാം, ഇടാത്തവർക്ക് ഇടണ്ട. ഊരണ്ടവർക്ക് ഊരാം, ഊരണ്ടാത്തവർക്ക് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വശമില്ല, അതുകൊണ്ടല്ല ഇംഗ്ലീഷ് പറഞ്ഞത്. ആശു ലൈക്ക് തെറ്റിയോ? പറ, തെറ്റിയെങ്കിൽ തെറ്റിയെന്ന് പറ. തെറ്റിയില്ലേ, ഞാനിത് എങ്ങനെ ഒപ്പിക്കുന്നെന്ന് എനിക്കും ദൈവത്തിനും അറിയാമോ. തെറ്റി വച്ചാ ഇതിപ്പോ അങ്ങനെ ആയി വന്നിരിക്കുക. ഇതിന് വില കൊടുത്തവരുണ്ടെന്ന്, ഇതിനു വേണ്ടി നിവരെ നിന്നവരുണ്ടെന്ന്. തങ്കച്ച മീശ പഠിച്ചത് അബദ്ധമൊന്നുമല്ല. നീ കരിക്കിന്റെ മോന്ത കത്തിയൊന്നും പറഞ്ഞ് ദോത്രം പറഞ്ഞിരിക്കരുത് നിരാശയോടെ. ഇന്ന് അബദ്ധമൊന്നുമല്ലെന്ന്. ഇത് ഉപേക്ഷിച്ചത് മണ്ടത്തരമൊന്നുമല്ല. നീ മറ്റ് ചടങ്ങുകൾക്ക് പോകുന്നില്ലല്ലോ, അത് മണ്ടത്തരമൊന്നുമല്ല. നീ വേർപാട് പാലിക്കുന്നത് അബദ്ധമൊന്നുമല്ല. ആൾക്കാർ നിന്നെ ആക്ഷേപിക്കും, പരിഹസിക്കും, നിന്ദിക്കും, പഠിക്കും. അവൻ നിന്നെ പലതും പറയും. പക്ഷെ നീ അതൊന്നും ഗണ്യമാക്കണ്ട. അവൻ പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. നിന്നെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്. നിന്നെ ബഹുമാനിക്കുന്നൊരു ദിവസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ എല്ലാവരും അങ്ങ് ചെല്ലുമ്പോൾ ഈ വിധത്തിലൊക്കെ നിന്ന് വീടുകളും നിന്നുകളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ച് വിശ്വാസമാർഗത്തിന് വേണ്ടി അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അങ്ങനെയാണല്ലോ യൂദാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു.
അനുഭവിക്കുന്നു, അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി 20-ാം വാക്യം പറയുക, അതിവിശുദ്ധ വിശ്വാസം. ഇത് നമ്മുടെ വിശുദ്ധി കൊണ്ട് തന്നതല്ല, ഇത് വിശുദ്ധനിൽ നിന്ന് കിട്ടുകയല്ല. ആരാ വിശുദ്ധൻ? യേശുക്രിസ്തു ആകുന്ന വിശുദ്ധനിൽ നിന്ന് ഈ വിശ്വാസം ലഭിച്ചത് കൊണ്ട് ഇത് അതിവിശുദ്ധ വിശ്വാസം. ഈ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. അങ്ങനെ പോരാടുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരും. പൗലോസ് എബ്രായത്തിൽ പറഞ്ഞല്ലോ, സമ്പത്തുകളുടെ അപകാരമൊക്കെ സന്തോഷത്തോടെ സഹിക്കണം. വസ്തു ബാഗ് ഓടമ്പടി ചെയ്യുമ്പോൾ തരത്തില്ല, ഉടനെ വെണ്ടറ തല്ലാനും വല്യപ്പന്റെ കൊങ്ങായിക്കും പിടിക്കരുത്. ബന്ധിക്കോസാനും പറഞ്ഞേ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. 10 ഭാഗം ഓടുമ്പഴി വെക്കുമ്പോ ചിലപ്പോ കിട്ടുകയല്ല, നീ സ്തോത്രം പറയണം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുക, എനിക്ക് നല്ലൊരു അവകാശം തന്നിരിക്കുക. അപ്പറകാൻ പറഞ്ഞതുപോലെ പറ. സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരു പേര് വരാതിരിക്കേണ്ടതിന് അത് ഗുഡ് ന്യൂസിലും മെസഞ്ചറിലും അല്ലേലിയായി സങ്കീർത്തനത്തിലും അവൻ മനോരമയിലും ഒരു ന്യൂസിലും വരണ്ട. അവൻ സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരു പേര് വരാതിരിക്കേണ്ടതിന് നിന്റെ ചരടാകട്ടെ ചെരുപ്പ് മാറാകട്ടെ എനിക്ക് വേണ്ട. കാരണം ഞാൻ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. എന്നെ അനുഗ്രഹിക്കാമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്, എന്നെ ഉയർത്താമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്, എന്നെ ആദരിക്കാമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കണ്ട് നരളി ചെയ്ത യേശു ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദോഷം നിരൂപിക്കുന്നവരും ദോഷം അവൻ ഒപ്പിക്കുന്നവരെ കൊണ്ട് വചനത്തിൽ എഴുതിയെന്ന് അവൻ കുഴി കുടിക്കുന്നവൻ കുഴിക്കകത്ത് വീട് വന്ന കുടി കുടിച്ച സൂക്ഷം കുടിക്കകത്ത് വീഴും. കല്ലുരുട്ടുന്നവൻ അത് തിരിഞ്ഞു വന്നോളും. നീ ചെയ്യേണ്ട കാര്യം മുട്ടയിലിരിക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം അങ്ങ് തിരിക്കും. ദൈവത്തെ കൊണ്ട് കഴിയാത്തൊരു കാര്യവുമില്ല. നീ ചെയ്യേണ്ടത് കേസിനും കോടതിക്കും വഴക്കിനും പുക്കാറിനും പോകാതെ മുഴങ്കാലും മേലിരുന്ന് ജാഗരിക്കണം. ഉന്നതനും ഇത് ഒരു ഉന്നതനുണ്ട്, അത്യുന്നതൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി മുഴങ്കാലും മേലിരുന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്ക്, ധൈര്യത്തോടെ നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്ന ഇവര് ഇടക്കാലത്ത് ക്ഷീണിച്ചു. തളർന്ന കയ്യും കുടഞ്ഞ മുഴങ്കാലുമൊക്കെ ക്ഷീണിച്ചപ്പോൾ ഇവർക്ക് ഒരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ? അപ്പോൾ ആ വിട്ടുപോകുന്നത് അബദ്ധമല്ലെന്ന് തെളിയിക്കാനാ ഓരോ അധ്യായത്തിൽ യേശു ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചത്. അപ്പോൾ 10-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വാ. നിങ്ങൾ അകന്ന് നിൽക്കരുത്, മാറി നിൽക്കരുത്, ഒളിഞ്ഞിരിക്കരുത്, അവന് ദൂരം മാറിയിരിക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വരണം. ഓടിച്ച ഭാഗം അങ്ങ് വിടാം. ധൈര്യത്തോടെ അടുത്തു വരണം. ഈ അടുത്ത് വരണമെന്ന് ഇവരെ ആഹ്വാനം ചെയ്യുമ്പോൾ 2-3 കാര്യം ചൂണ്ടിക്കാണിച്ചാ പറയുന്നത്, നിങ്ങൾ ധൈര്യത്തോട് അടുത്ത് വരാൻ. ഒന്ന്, യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അകന്ന് നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ധൈര്യത്തോടെ ഇന്ന് രാത്രി അടുത്തു വാ. യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ വഴി ഒരുക്കിയിരിക്കുക. ആമേൻ. അവിടുത്തെ ഭൂമേനി നമുക്കായി തകർക്കപ്പെട്ടു. ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് ആമൻ ചാട്ട അടിച്ച് വലിക്കുമ്പോൾ മാംസം ശരീരത്തിൽ നിന്ന് പറഞ്ഞ് ഇറുന്ന് മാറിപ്പോകയാ. ആമൻ. സങ്കീർത്തനകാരൻ ആത്മാവിലെഴുതി, അവിടുത്തെ മുതുക ഉടവുചാല് പോലെ നീളത്ത് കീറി, അങ്ങനെ കീറി ചീന്തി എനിക്ക് നിങ്ങൾക്കും ഒരു പുത്തൻ വഴി തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹിത, സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, അകന്ന് നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ഇന്ന് രാത്രി നീ ഏത് കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, അകന്ന് നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. അവിടുത്തെ തിരുമേനി നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവിടുത്തെ ഭൂമേനി നിനക്കായി തകർക്കപ്പെട്ടു. അവിടുത്തെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി നിനക്ക് ഒരുക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വാ. 2, അടുത്ത് വരാൻ അവിടെ പറയാൻ കാരണം, ഒരു പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്.
ആ പരിശുദ്ധ രക്തമുള്ളത് കൊണ്ട് നീ ധൈര്യത്തോട് അടുത്തു വാ. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും ആ പരിശുദ്ധ രക്തം ഹിമം പോലെ വെളുപ്പിക്കും. നിന്റെ അകൃത്യങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അവിടുത്തെ രക്തത്താ അത് ശുദ്ധീകരിച്ചു തരും. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുക. ഈ രക്തത്തിന്റെ വിശേഷത ഇത് വിലയേറിയ രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് പുണ്യാക രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് സംസാരിക്കുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്നതാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് സൗഖ്യം തരുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് പാപം മോചിക്കുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത നമുക്ക് ജയം തരുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് പുണ്യാക രക്തമാ. ആറ്റുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, യേശുവിന്റെ പുണ്യായ രക്തം, പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, നിനക്ക് സമാധാനം തരുന്ന രക്തം, നിന്റെ മാറയെ മതിരിപ്പിക്കുന്ന രക്തം, നിന്റെ ഭാവിയെ തിരിച്ചുവിടുന്ന രക്തം, നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്ന രക്തം, നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന രക്തം. ഇന്ന് രാത്രി അവിടുത്തെ പരിശുദ്ധ രക്തം അവിടെ വ്യാപരിക്കുന്നു. ഇറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ, ആവശ്യമില്ലാത്തത് പറഞ്ഞ് അകന്നു പോകാതെ ഇന്ന് രാത്രി ധൈര്യത്തോടെ നീ അടുത്തു വാ. നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്, നിന്നെ രക്ഷിക്കുന്ന യേശുവുണ്ട്, നിന്നെ വിടുവിക്കുന്ന യേശുവുണ്ട്, നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന യേശു ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ധൈര്യത്തോടെ അടുത്തു വാ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് കിട്ടുമേ. സത്യവചനം കേട്ടു നീ നിത്യജീവൻ. ഓ നിൻപേരു ജീവ പുസ്തകത്തിൽ നിൻപേരു ജീവ പുസ്തകത്തിൽ എഴുതിടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടുത്തെ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഇറച്ചു നിൽക്കാതെ ധൈര്യത്തോടെ അടുത്തു വാ. സ്തോത്രം. 3, അടുത്തു വരാൻ ആഹ്വാനം കൊടുക്കാൻ കാരണം ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഇങ്ങനെ കാണും. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ നമ്മുടെ പക്ഷം പിടിച്ചു വാദിക്കാൻ ആരും കാശ് കൊടുത്താൽ ചിലപ്പോൾ ആള് കാണുമായിരിക്കും. ഇരുത്തിയൊരു ചിരി ചിരിച്ച് നിനക്ക് ചിലപ്പോൾ കഴിവ് കാണുകയല്ല, കാശ് കാണുകയല്ല, ആൽബലവും കാണുകയല്ല, IPC വലിയ പിടി വേണ്ട. നിന്റെ ആൾക്കാരും അധികം കാണത്തില്ല, വേണ്ട. ഉള്ളവരെ കുറ്റവും പറയല്ല. ആരുമില്ലേലും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. നിന്റെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് രാത്രി നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുക. അതുകൊണ്ട് അറച്ചു നിൽക്കരുത്, ധൈര്യത്തോട് അടുത്ത് വാ. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇവരെ വിളിക്കുന്നത് ധൈര്യത്തോട് അടുത്ത് വരാൻ. ഇവരെ അകന്ന് പോകാൻ 2 കാര്യമുണ്ട്. അതാ കണ്ണിക്കകത്ത് എഴുതിയിട്ടുണ്ട്, വിസ്തരിക്കാൻ നേരമില്ല. 2 കാര്യമാണ് അകന്ന് പോകാൻ. 1, ദുർമനസാക്ഷി. 2, ഒരു നല്ല ഹൃദയമില്ല. കാരണം അവിടെ ഒരു പദമുണ്ട്, ശുദ്ധ ഹൃദയത്താൽ തളിക്കപ്പെടണം. അപ്പം ശുദ്ധ ഹൃദയം, അപ്പം നല്ലൊരു ഹൃദയം ഇല്ല. ഹൃദയമുണ്ട്, പക്ഷെ ചിത്തശുദ്ധി എന്നാ പറയുന്നത്. പാടാൻ വയ്യെങ്കിലും ഞാൻ ഈ പ്രസംഗിക്കുന്നത് മിക്കതും പാട്ടിനകത്തോടായി വിടുന്നത്. അത് ബോധമുള്ളവർക്കറിയാം. ദേവായിപ്പോൾ ചിത്തശുദ്ധി എന്നാ കൊടുത്തേക്കുന്നത്. നമ്മുടെ ചിത്തം ഇത് നമുക്ക് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നത് എനിക്കും
അറിയത്തില്ല. അങ്ങനെ ആ ദൈവം ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് അറിയായിരുന്നെങ്കിൽ ഇത്രയും പേര് ഇന്ന് ഇങ്ങനെ ഇത്രയും ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുകയല്ല. അടുത്തിരിക്കുന്നവർ നമ്മളെപ്പറ്റി എന്തുവാ ചിന്തിക്കുന്നത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടുക, നമ്മൾ ഇരിക്കത്തുമില്ല. ഇരിക്കുകയല്ലെന്നല്ല, മിക്കവാറും കസേരെടുത്ത് തലക്കിട്ടൊന്ന് കൊടുക്കാൻ ചിലർക്ക്, നമുക്കൊക്കത്തില്ല. ഹൃദയത്തിൽ ഇരിക്കുന്നൊന്നും പിടികിട്ടുകയല്ല. പിന്നെ ചിലരുടെ നോട്ടവും ഇരിപ്പും സംസാരവും പ്രകൃതിയും കാണുമ്പം മൊത്തം അറിയത്തില്ലെങ്കിലും ഏകദേശം കുറെയൊക്കെ. ഉണ്ണായി വാര്യർ പണ്ട് പറഞ്ഞു, ചിത്തം താനത 15 കൃഷിയാങ്കിയാകിരഹ ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ വൈദർഭ്യോടൂജിവാൻ. അപ്പം ചിത്തം താനത 15 കൃഷിയാങ്കിയാകിരാം ഉദ്യോഗിച്ചു വിദഗ്ധനാൻ ഖഗവരൻ വൈദർഭ്യോടൂജിവാൻ. കൊണ്ടക്കോളാൽ കലത പുതുകമ്പീലിയെല്ലാം നിവർത്തിക്കൊണ്ടക്കേക്ക് പ്രവരനട കോടാട്ടമാടുന്ന ഭംഗിയും കണ്ടക്കാമി നിജകമനിയാ നീലവേണി നിനച്ചിട്ടിണ്ടൽ കേറ്റം വശകനവിടെ തന്നെ മിണ്ടാറെ നിന്നാൻ. പണ്ട് പഠിച്ചതാ. സന്താപക്തം സകല ജഗതാൻ കന്തനെ മന്ദനം ചെയ്തെന്തായാലും വിഴമുതിനാലൊന്നുമില്ലെന്നുറച്ച് ചിന്താമക്തൻ ചിരം അവിടെ നിന്ന് മയൂരത്തോടെ മയൂര സന്ദേശത്തില്ല. ഉണ്ണായി വാര്യർ പാടിയിരിക്കുന്നത് ചിത്തം താനത 15 അവനറിഞ്ഞ്. ചിത്തം മനസ്സ് 15 അറിഞ്ഞു. 15 അറിഞ്ഞെന്ന് പറഞ്ഞാൽ പകുതി അറിഞ്ഞു. 10 5 10 പകുതി 5. ചിത്തം താനത 15 അറിഞ്ഞു. അപ്പൊ ഹൃദയത്തിന്റെ പകുതി അറിഞ്ഞെന്നാ. ഏറെക്കുറെ നമുക്കൊക്കെ പകുതിയെ പിടികിട്ടുള്ളൂ. പക്ഷെ മുഴുവൻ അറിയുന്നവൻ ദൈവമാണ്. എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന മുഴുവൻ അറിയുന്നവൻ ദൈവമാ. നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന മുഴുവൻ അറിയുന്നവൻ ദൈവമാ. എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പിടികിട്ടുകയില്ല, നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിലും പിടികിട്ടുകയില്ല. പക്ഷെ ഇത് മുഴുവൻ അറിയുന്നവൻ ആ ദൈവം. അപ്പൊ ഇവർ 2 കാരണത്താൽ അകന്നു പോയത്. ഒന്ന്, ഒരു നല്ല മനസാക്ഷിയില്ല. സഹജീവികളോട്, സഹ ശുശ്രൂഷകരോട്, സഹവിശ്വാസികളോട്, കുടുംബത്തിലുള്ളവരോട്, ഭാര്യയോട്, ഭർത്താവോട്, മക്കളോട്, അയലത്തുകാരോട്, സ്നേഹിതനോട് ഇടപെടുന്നത് ഒരു നല്ല മനസാക്ഷിയില്ലല്ലോ ചിലർക്ക്. ഇല്ല. ഹൃദയവും അത്ര ശുദ്ധമല്ല. എല്ലാറ്റിനേക്കാളും കപടമുള്ളതാണ്. പിന്നെ ചിലരെ കുഴപ്പം, അവരുടെ കുഴപ്പമില്ല, അവർ ഹൃദയം കർത്താവിന് കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തതാണ്. ഹൃദയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കൊരു നല്ല ഹൃദയം വേണം. ആസാവ് പാടി, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ കർത്താവ് അതാ പഠിപ്പിച്ചത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നല്ലൊരു ഹൃദയം. അധികം വിവരിക്കുന്നില്ല, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവിടെ 2 കാരണത്താൽ അകന്നു പോയെന്ന് ആ കണ്ണികക്കകത്ത്. ഒന്ന്, നല്ല മനസാക്ഷിയില്ല. 2, ശുദ്ധ ഹൃദയോ ഇല്ല. 2 കാരണത്താൽ അകന്നു പോയവരെ 3 കാരണം കാണിച്ച അടുത്തോട്ട് വിളിക്കുന്നത്. ഒന്ന്, ദേഹമെന്ന തിരശ്ശീല ഒരുക്കി ചിന്തി വടിയൊരുക്കി അടുത്ത് വരണം. 2, പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്, അടുത്ത് വാ. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് അടുത്ത് വാ. ഇനി അടുത്ത് വരാൻ പറയുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി അടുത്ത് വരരുത്. 2 വിധത്തിലെ ശുദ്ധീകരണം നടക്കണം. അത് ആ കണ്ണികക്കകത്തുണ്ട്. ഒന്ന്, ആന്തരിക ശുദ്ധീകരണം. 2, ബാഹ്യ ശുദ്ധീകരണം. അത് 2 ആ കണ്ണികക്കകത്തുണ്ട്. ആന്തരിക ശുദ്ധീകരണം, അതാണ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. അങ്ങനെ ഒരു പദമില്ലേ ദൈവദാസനെ? വായിച്ചേ. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. ഹൃദയങ്ങളിൽ തളിക്കണം. അപ്പോൾ ആന്തരിക ശുദ്ധീകരണം ഹൃദയത്തിനകത്ത് തളിക്കണം. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. ദുശ്ചിന്ത, പക, അത് മറ്റേ അങ്ങനെയുള്ള ഒത്തിരി ഹൃദയത്തിനകത്തിരിക്കുകയല്ലയോ. വിദ്വേഷവും പകയും കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം നാടൻ ഭാഷ പറഞ്ഞ് ഒത്തിരി അകത്തുണ്ട്. ഇതെല്ലാം അകത്ത് വെച്ചോണ്ടാണ് നമ്മൾ ഈ ഗ്ലോറി, വിക്ടറി, കാൽവരി, ജീസസ്, ഗ്ലോറി ടു ഗോഡ്, ജീസസ് എന്നൊക്കെ വെക്കുന്നത്. പാമ്പ് ഈറ്റുമ്പോലും ഇതെല്ലാം അകത്തിരിക്കുക. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, പാസ്റ്റർ എന്നോട് ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ കൺവെൻഷൻ ആയതുകൊണ്ട്, ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട്, ഈ പവർ കോൺഫറൻസ് ആയതുകൊണ്ട് ഞാൻ ഇപ്പം മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കത്തുമില്ല. ഞാൻ ചത്താലും
കുഞ്ഞുഞ്ഞമ്മേ നീ ചാകാനും ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ കിടക്കും. നമ്മൾ ചോദിക്കും കണ്ടമാനം വലിക്കുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്നാ? ഓരോന്നോരോന്ന് വെളിയിലോട്ട് കളയുക. ദുശ്ചിന്ത, പക, കോപം. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ നല്ല ബുദ്ധി പറഞ്ഞു തരിക. ഇതിനകം ക്ലിയർ ആകണം. ഇതിനകം സ്തോത്രം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സുഖികളായി മേപ്പുമതിലിടറിയുള്ളം തിരതുല്യം. പുഷ്ടിയാലും ദീന കൺകളില്ലേ അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. പുഷ്ടിയാലും ദീന കൺകളില്ലേ അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. അതേ സമയത്തെ ഭയപ്പെടുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. അവൻ ധൈര്യത്തോടെ അടുത്ത് വരണം. അപ്പൊ അടുത്ത് വരുമ്പോ രണ്ട് വിധത്തിലെ ശുദ്ധീകരണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, അതാണ് ഹൃദയത്തെ തളിക്കുന്നത്. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. ഇന്ന് രാത്രി ഹൃദയങ്ങൾ തളിക്കണം. ഏറ്റുപറ, കർത്താവിനോട് പറ, യേശുവേ എന്റെ പാപം ക്ഷമിക്കണം, യേശുവേ എന്റെ പാപം പൊറുക്കണം. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നെന്നാ. സ്തോത്രം. സകല അനീതിയും പാപമാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ആമൻ എല്ലാവരും ആമൻ ദുഷ്ടശക്തികൾക്ക് അടിമപ്പെടാൻ സാവകാശവും സാഹചര്യവുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അത് മുഴുവൻ ആമൻ പരിഹരിക്കുന്ന, മോചിക്കുന്ന, ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തം. ആ കർത്താവിനോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്റെ ഹൃദയത്തെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അപ്പോൾ ഹൃദയങ്ങളെ തളിക്കുക. അപ്പൊ അത് ആന്തരിക ശുദ്ധീകരണം. അപ്പൊ ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും അടുത്ത പരമ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും. അത് ഭാഗ്യ ശുദ്ധീകരണം. ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകണം, ഭാഗ്യ ശുദ്ധീകരണം. ഈ ഭാഗ്യശുദ്ധി, ഈ രണ്ട് ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണവും, അത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. പുറം മാത്രം വെടിപ്പായാൽ പോരാ, അകവും വെടിപ്പാക്കണം. അകം മാത്രം വെടിപ്പാക്കിയാൽ പോരാ, പുറവും വെടിപ്പാക്കണം. ഇത് രണ്ടും ദൈവം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഭാഗ്യ ശുദ്ധീകരണം എങ്ങനെ നടക്കും? ശുദ്ധ വെള്ളത്താൽ. അവിടെ ശുദ്ധവെള്ളം എന്ന് വിവക്ഷിക്കുന്നത് നിർമ്മല വചനം, മായമില്ലാത്ത യാതൊരു കൂട്ടുചേർക്കാത്ത, കുറയ്ക്കാത്ത, കൂട്ടുചേർക്കാത്ത നിർമ്മല വചനം. അതാണ് ശുദ്ധവെള്ളം. നമ്മളെല്ലാം എപ്പോഴും പാടുന്നൊരു പാട്ടിന്റെ വരി പാടുമ്പം ബോധ്യപ്പെടും. ഇങ്ങനെ പോഷിപ്പിക്ക പത്യഭജനമാം ക്ഷീരത്തലന്നെ നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച്, നിർമ്മല തോയം നിത്യം കൂടി
ശ്രദ്ധിക്കുക, അതിനകത്ത് തെളിഞ്ഞു നിർമ്മല തോയം. മലയാളം പണ്ട് പഠിച്ചവർക്ക് അറിയാം, തോയം, സലിലം, ജലം എല്ലാം വെള്ളമാണ്. സ്തോത്രം. നിർമ്മല തോയം, ശുദ്ധവെള്ളം. ആ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. ആമേൻ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാകാൻ നന്മയും പ്രസാരവും ദൈവം പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി ഭാഗ്യ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പൊ ആന്തരിക ശുദ്ധീകരണം, ഭാഗ്യ ശുദ്ധീകരണം രണ്ട് ദൈവം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ വേണം ധൈര്യത്തോടെ അടുത്ത് വരാൻ. ഇങ്ങനെ അടുത്ത് വന്നവരോട് 37-ാമത്തെ വാക്യത്തിൽ പറയുക, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യോഗത്തിന്റെ സമാപന ദിവസമായതുകൊണ്ട് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്ത. യേശു വീണ്ടും വരാറായി. ആമേൻ. അടുത്ത് വന്നവരോട് പറയുക, ഇനി നീ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചോണം, സൂക്ഷിച്ച് ജീവിച്ചോണം, പ്രത്യാശയോടെ ജീവിച്ചോണം. ഓടപ്പരുത്, അലസരായി മടിയോടെ ഉദാസനതയോടെ അവൻ ജീവിക്കരുത്. യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ പ്രതീക്ഷ, പ്രത്യാശ, ആശ നമ്മുടെ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാ. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് കാര്യം ഓർപ്പിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു വീണ്ടും വരുന്നു. കർത്താവിന്റെ വരവിന്റെ ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കതെല്ലാം അറിയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അഭിവാചകം പോലെ നിങ്ങൾ യേശു വീണ്ടും വരും. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. അത് കൂടുതൽ ഒരു തെളിവും വേണ്ട. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി ക്രമപ്പെടുത്തി തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുക. അതാ ഏറ്റവും വലിയ തെളിവ്. അവിടെ നിന്ന് പോഷ്ക്ക് പറയുന്നവനല്ല. യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. പണ്ട് ഓടനാവട്ടത്ത് യോർച്ചനോട് ഞാൻ ചോദിച്ചു, യോർച്ച കർത്താവ് വന്നാൽ പോകണ്ടേ? ഒത്താൻ പോകണം. ഒത്താൻ പോകാനല്ല, നിശ്ചയമായിട്ടും പോകണം. യേശു വീണ്ടും വരും. എന്തിന്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. രണ്ടാമതും പ്രത്യക്ഷപ്പെടുമെന്ന 9-ാം അധ്യായത്തിന്റെ 28. അപ്പോൾ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. 9:28 ഒന്ന് വായിച്ചേര് ദൈവദാസനെ. ഒടുവിലത്തെ വാക്യം 10-ന്റെ നേരെ മേളിൽ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്നുള്ള പ്രയോഗം വന്നപ്പോൾ ഓർത്തണം. ഒന്നാമത് പ്രത്യക്ഷനായത് എപ്പോൾ? കന്യാസൂനുമായി ഭൂമിയിൽ അവതരിച്ചു. അതെന്തിന്? ഒറ്റവാക്കി പറയാം, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിച്ചു. എങ്ങനെ? നിവൃത്തിയായി എന്ന് ക്രൂശിൽ വെച്ച് പറഞ്ഞു. എങ്ങനെ പ്രാപിക്കാം? വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ. അപ്പൊ ഒരിക്കൽ അത് പാപപരിഹാരം. 26-ാം വാക്യം വായിച്ച 9:26 അങ്ങനെയല്ലയോ തെളിയുന്നത്? അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അടുത്തത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ അവിടുന്ന് സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷ മനുകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു പ്രത്യക്ഷപ്പെട്ടു. അത് പരിഹാരം വരുത്തുവാൻ തിരുരക്തം നമുക്ക് വേണ്ടി ചീന്തി അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് പാപത്തിന് മോചനമുണ്ട്. ആ പാപമോചനം വരുത്തി യേശു അവൻ കഥാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയും പോലെ തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, ജീവിച്ചു, മരിച്ചു. തിരുവെഴുത്ത് പറയും പോലെ അടക്കപ്പെട്ട്, തിരുവെഴുത്ത് പറയും പോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, സ്വർഗത്തിൽ പോയി. ഇനി തിരുവെഴുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ആരെടുക്കപ്പെടും? ഒരു തെളിവ്. അതിനെ ഇപ്പം സമയം എടുക്കുന്നുള്ളൂ. ഒരു തെളിവ്. എല്ലാരും പോകുമെന്നും പറഞ്ഞ മത്തായിച്ചൻ പണ്ട് പാടിയ പാട്ടിന് താൻ വരുമ്പോൾ ഞാനും പോകും, താൻ വരുമ്പോൾ ഞാനും പോകും, താൻ വരുമ്പോൾ ഞാനും പോകും തന്റെ രാജ്യത്തിൽ, താൻ വരുമ്പോൾ ഞാനും പോകും. പഴയ പാട്ടാ. ഇന്നാളൊരു തള്ള പറഞ്ഞു, നാട്ടിൽ കേൾക്കാത്ത പാട്ടുമെല്ലാം ആയിട്ട് വന്നിച്ച് ഞങ്ങളോട് പാടാൻ പറയരുതെന്ന്.
ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ മാർഗത്തിൽ വരുന്നതിന് മുന്നേ അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. വേറെ പുസ്തകം ഇത് കണ്ടിട്ടില്ല, അതിന് മുന്നേ വായിച്ചിട്ടില്ല. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുമായിരുന്നു, വൈകിട്ടും. ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. ഈ വൃശ്ചികവ്രതമൊക്കെ തുടങ്ങിയാൽ, ഇപ്പോൾ ശബരിമല സീസണല്ലേ, വൃശ്ചികവ്രതം എന്നാണ് പറയുന്നത്. 41 ദിവസവും അമ്പലത്തിലുണ്ട്. നാമം ജപിക്കാനും ഇരിക്കും. ആ സമയത്തൊന്നും ഈ വേറെ പുസ്തകം കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല, എടുത്തിട്ടുമില്ല. സാക്ഷ്യമെല്ലാം പറയുന്നില്ല. എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ഒരു ചെറിയ ജോലിയാണ്. ഈ മാർഗത്തിൽ ആദ്യം ഞാനാ വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ശരണം വിളിയും കഴിഞ്ഞ് നാമജപവും കഴിഞ്ഞ് എൻ്റെ നെറ്റിയിൽ കളഭക്കുറിയുണ്ട്, ശരീരത്തുമൊക്കെ കളഭക്കുറിയുണ്ട്. ഇതുപോലൊരു ഉത്തരിയൻ ഉണ്ട്. അന്ന് ഒരൊറ്റമുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉത്തരിയുണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്. ഇതുമൊക്കെ ആയിട്ട് വരുന്ന സമയത്താണ് ഇതുപോലൊരു യോഗം. വിശദീകരിക്കുന്നില്ല. ആ യോഗത്തിൽ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ മാർഗത്ത് ഞാൻ വന്നത്. അതിനുശേഷമാണ് ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ പാട്ടുകളെല്ലാം പഠിച്ചത്. നിങ്ങളൊക്കെ ഇതിനകത്ത് ജനിച്ച നല്ല കാര്യം, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ചെല്ലു പറയാറുണ്ട്, ഇവിടുത്തെ പത്തനാപുരത്തെ സ്റ്റാർട്ടിങ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. 500-ൻ്റെ മോട്ടറായിരുന്നു സ്റ്റാർട്ടിങ്. ആട്ടെ, നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാം പാരമ്പര്യമുണ്ട്. പണ്ട് ഗിദയോൻ ചോദിച്ചതുപോലെ നിങ്ങളെ വെച്ച് നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? നിങ്ങളുടെ കയ്യിലല്ലയോ പണ്ട് ദൈവം എബ്രാഹിമിൻ്റെ അബിയേസറിൻ്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എബ്രാഹിമിൻ്റെ കാലാ പെറുക്കുന്നതല്ലയോ നല്ലത്? അടുത്ത വാക്യമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പം അവർക്ക് അവനോടുള്ള കോപം ശമിച്ചെന്ന. അപ്പം നിങ്ങൾ വന്ന് ശമിക്കട്ടെ. അതിനാ നിങ്ങളെ വെച്ച് നോക്കിയാൽ ഞാൻ ഈ പീത്തയാകുന്ന ഞാൻ എന്തുള്ളൂ? എന്ന ഒരു കാര്യം പറയാം, ഇതിനകത്ത് വന്നതാ ഭാഗ്യം, ഇതെടുത്തതാ ഭാഗ്യം, ഈ മാർഗത്തിൽ വന്നതാ രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞ് ദൈവമക്കൾ പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ കേട്ടും ഒക്കെ പഠിച്ചതാ. ദൈവത്തിന് മഹത്വം. ഇതിനകത്ത് വന്നതാ നമ്മുടെ ഭാഗ്യം. യേശു വരാറായി. ഒരൊറ്റ കാര്യം പറഞ്ഞ് എല്ലാവരും പോകുമെന്ന് പറഞ്ഞായിരിക്കുന്നത്. ഒരു തെളിവ്, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാ വിഷയമെങ്കിലും നിങ്ങൾക്ക് അറിവുള്ള വാക്യം 24-ാം അധ്യായം മത്തായിലെ കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് നോഹയുടെ കാലം പോലെ. അത് മഹത്വപ്രത്യക്ഷതയുള്ള വിഷയം ആ ഭാഗത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. എങ്കിലും സന്ദർഭം വന്നുകൊണ്ടൊരു ആശയം പറയാം. നോഹയുടെ കാലം പോലെ. എന്താ നോഹയുടെ കാലത്തിന്റെ വിശേഷത അല്ലെങ്കിൽ പ്രകൃതി? ഒന്ന്, ബോധിച്ചതുപോലെ നടക്കുന്നു. 2, സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു. 3, വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. ആ കാലം സമയമൊക്കെ പഠിച്ചാൽ പുറകോട്ടിറങ്ങുമ്പോൾ ലാമക്കിന്റെ കാലം 2 ഭാര്യമാരുമായിട്ട് പോകുന്നു. പിന്നെ ഗുണ്ടായിസം. കാരണം ലാമക്കിന് 3-4 പിള്ളേരുണ്ടായി. 2 ഭാര്യ ആദേശില്ലേ. യാബാലും യൂബാലും തൂബൽ കയ്യനും ഒരു പെങ്കൊച്ച നയമാ. 1-ാമത്തവന് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ് എന്ന് പറഞ്ഞാൽ അവൻ ടെന്റ് മേക്കറാ. അവൻ ടെന്റ് അടിച്ചാ യോഗം നടത്തുന്നത്. നമ്മൾ പഴയ ഒരു സഭാഗോളുമായിട്ടിരിക്കുക. 60 അടി നീളവും 30 അടി വീതി, ഒരു വശം പൊട്ടിയ ഒരു തമ്പേറും. അത് ആയുഷ്കാലമായിട്ട് അടിക്കാൻ ഒരു അച്ചായനുണ്ട്. പുള്ളി തമ്പേറും കമ്പും ആർക്കും കൊടുക്കത്തുമില്ല. വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന, ശ്വാസം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു വല്യപ്പനും. അത് വെച്ചോണ്ട് അടിക്കുക, തീ കത്തിക്കുക. എന്നിൽ ആര് കത്താനാ? എവിടെ കത്താനാ? ഇതാ നമ്മുടെ യോഗം. അന്നേരം അവനപ്പുറം പത്തനാപുരം ടൗണിൽ ടെന്റ് അടിച്ച് യോഗം നടത്തുക. കൂടാരവാസികൾ
ഇനി ഇവന്റെ ബ്രദറുണ്ട്, അവനെ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുമല്ല, ആ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് അവൻ പിതാവ് എന്ന് പറഞ്ഞാൽ അവൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നന്നായിട്ട്. ഇതിപ്പം 2 എണ്ണം ഉള്ളു, ഇത് പിന്നെ കുറച്ച് മഴ കൊണ്ട് ഒന്ന് ചെറുതുമാ, ചിലയിടത്ത് 4, 5 വെച്ച് ഇത് കുറച്ചൊക്കെ ഉള്ളു. ഞാനതിന് എതിരല്ല. പിന്നെ വലിയ പറപ്പട്ടി പോലെ ഇരിക്കുന്ന സാധനമുണ്ട്, അതെല്ലാം വെച്ച് അടിച്ച് പെരുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ആട്ടെ, എതിരല്ല. അപ്പൊ കിന്നരവും വേണുവെല്ലാം പ്രയോഗിക്കുന്നവർക്ക് അവൻ തലതൊട്ടപ്പൻ. സില്ലായിക്ക് ഒരു മകനുണ്ടായി, തൂബൽ കയ്യൻ. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും, ഗുണ്ടായുസം എന്ന് പറഞ്ഞാൽ അവൻ ആയുധം. കമ്മറ്റ് കൂടുമ്പോ അവൻ മലപ്പുറം കത്തിയായിട്ടാ വരുന്നത്, അല്ലെ കസേരയുടെ കാലൂരി അടിക്കും. സ്തോത്രം. നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചത് ഞാൻ പേടിക്കത്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നോഹയുടെ കാലം. ഗുണ്ടായുസവും ഗുണ്ടകളും ഭീഷണിയും എന്ന് വേണ്ടതെല്ലാം ആയിട്ട് നിൽക്കുക. അപ്പൊ തന്നെ ഒരു കാര്യം പറയാം, ആരാധനയ്ക്ക് ഒരു കുറവുമില്ല. കാരണം 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ആദമിന് ശേത്ത് ജനിച്ചു, ശേത്തിന് ഏനോശ് ജനിച്ചു. ഈ ഭാഗത്തുണ്ട്. ആദാം തന്റെ ഭാര്യയുമായിട്ട് പിന്നെയും ജീവിതം ആരംഭിച്ചു, അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യത്തിൽ അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അവൻ നിന്നില്ല, തുടങ്ങിയെന്ന ആരാധന തുടങ്ങി. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ആരാധന സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ ഇപ്പൊ എവിടാ? ഞാൻ പത്തനാപുരം ടൗണിൽ ഒരു ആരാധന സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ ഇപ്പൊ എവിടാ? ഞാൻ സത്യമുക്കിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ ഇപ്പൊ എവിടാ? ഞാൻ അങ്ങോട്ട് പനമ്പറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ഇടത്ത് വെച്ചത്ത് മേളിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ എവിടാ? ഞാൻ ആവണീശ്വരത്ത് ഒരെണ്ണം, ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴല്ലേ ആവണീശ്വരം, റൂട്ടൊക്കെ എനിക്കറിയാം. അപ്പം എല്ലായിടത്തും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ആരാധന. അവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആട്ടെ, നല്ല കാര്യം. ഇപ്പൊ ഒരു ഓർഗനും ഒരു ചെറുക്കനും ഒരു തള്ളയുണ്ടെങ്കിൽ ഒരു സഭ തുടങ്ങാം. ആണെന്ന് ശബ്ദമുള്ള തള്ളയായിരിക്കണം. ആയിക്കോട്ടെ, ഞാൻ എതിരല്ല, തുടങ്ങ്. ഇവന്റെ കാലത്ത് ആരാധന തുടങ്ങി, എല്ലാരും ആരാധിക്കുക. അപ്പൊ തന്നെ മറുവശത്ത് 6-ാം അധ്യായത്തിൽ ബോധിച്ച പോലെ നടക്കുന്നു, ഇഷ്ടമുള്ളത് പോലെ നടക്കുന്നു. 5-ാം അധ്യായമൊക്കെ ചേർത്ത് വെച്ച ഗുണ്ടായുസം, ഇതെല്ലാം നടക്കുമ്പോഴും ആരാധനയ്ക്ക് ഒരു കുറവും. വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ബ്ലസൻ വന്ന് നമുക്കായി ഒരു പാട്ട് പാടും. നമുക്കിട്ടാണോ പാടുന്നേ? ഇവിടെ കർത്താവിന് വേണ്ടി പാടേ. സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടിയാ പാടുന്നത്, വിവരിക്കുന്നില്ല അധികം. അപ്പൊ എല്ലായിടത്തും ആരാധന, വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. നല്ലത്, അഭിനന്ദിക്കുന്നു, നടക്കട്ടെ. പക്ഷേ ജനത്തിന്റെ അക്രമവും അനീതിയും ഒക്കെ വർദ്ധിച്ചപ്പോ തമ്പുരാൻ നോഹയെ വിളിച്ചു പറഞ്ഞു, കൃപ ലഭിച്ച നോഹയോട് പറഞ്ഞു, ഇതിനെയെല്ലാം ഞാൻ കൊല്ലും, വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കും. നീ ഒരു കാര്യം ചെയ്യണം, ഒരു പെട്ടകം ഉണ്ടാക്കണം. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഏകമാം വാതായനം, 3 തട്ടുകൾ, പല കോഷ്ടം, സർജര സജ്ജ ചാന്ത് കൊണ്ട് ഇത് നീ ക്രമപ്പെടുത്തണം. നോഹ പറഞ്ഞതുപോലെ ചെയ്തു. ഓടിച്ചു പറഞ്ഞങ്ങ് നിർത്താം. പകല് മുഴുവൻ പ്രസംഗം. വേറെ പഠിതാക്കൾ ഇതിന്റെ ആശയം പറഞ്ഞത്, രാത്രി ആ പ്രസംഗിച്ച കാര്യങ്ങൾ രാത്രി നിന്ന് പണിയിപ്പിക്കുക. ഏറെ നാള് പ്രസംഗിച്ചു, ആരും ഒന്നും ഗുണപ്പെട്ടില്ല. ആൾക്കാർ പറഞ്ഞു വട്ടാന്ന് പറഞ്ഞു വല്യപ്പന്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇടേ മുതുക്കന് വട്ട. അപ്പം പിള്ളേര് പറഞ്ഞെന്നാ പറഞ്ഞത്, പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. കൊച്ചുങ്ങൾ പറഞ്ഞടാ, ഏതോ ഒരെണ്ണത്തിന് എന്തോ വിളക്കും, അല്ലെ ഇയാൾ ഇങ്ങനെ അലറേണ്ട കാര്യമൊന്നും. പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. നട്ടുച്ചയ്ക്ക് അടുത്ത രാത്രി വരുന്നത് ഈ പൊട്ടനല്ലാതെ വല്ലവരും പറയുമോ? അപ്പൊ ഒരുത്തൻ പറഞ്ഞ്, എടാ സ്ക്രൂ അയഞ്ഞതല്ലടാ. അപ്പൊ മറ്റേ യൂത്ത് ഒരുത്തൻ പറഞ്ഞു, എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. കിളവൻ ഉറക്കമില്ലടാ, പിച്ചുംപിരാന്തും പറയാ, കൊച്ചുങ്ങൾ പറയാ. എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട്
ഒന്ന് രണ്ടാവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറുപറ പറയുന്നത് മാറും. പുള്ളിക്ക് ചൂടളകിയതാ, അതിൻ്റെ ആയി. ദോഷമൊന്നും പറഞ്ഞതല്ല, ഞാൻ പുള്ളിയോട് പറയുമായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു അല്പസമയം കൂടി എടുക്കുമെന്ന് പറയുമായിരുന്നു, അല്ല വേറൊന്നും പറഞ്ഞതല്ല. അല്ലെ പിന്നെ അവർ ചിന്തിക്കും എന്തുവാ പുള്ളിയോട് പറഞ്ഞതെന്ന്. അച്ഛന് ടോർപ്പിടോ വരും അതിനാ. അപ്പം പിള്ളേരെന്ന് പറഞ്ഞേടാ, ഒരുത്തൻ പറഞ്ഞ് സ്ക്രൂ ഇളകിയതാന്ന്. അപ്പം വേറെ രണ്ട് പിള്ളേര് പറഞ്ഞു ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട് ഒന്ന് രണ്ടാവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറവറ പറയുന്നത് മാറും. കണ്ട മർത്യരോടെല്ലാം മുങ്ങിച്ചാകുമെന്നിയാൾ തൊണ്ട വിണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഉണ്ടാകും മിണ്ടാതിനി. ഇങ്ങനൊക്കെ ആൾക്കാര് പുള്ളിയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും. മക്കളെ, നിങ്ങൾ എന്നാ വർത്താനം പറയുന്നത്? ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട് ഒന്ന് രണ്ടാവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറുപറ പറയുന്നത് മാറുമെന്നാ നോഗയെ പറ്റി പറഞ്ഞെന്നാ ഞാൻ പറഞ്ഞേ. അപ്പൊ ശ്രദ്ധിക്കുക, ആൾക്കാരിങ്ങനെ ആക്ഷേപിച്ചു, പരിഹസിച്ചു. പക്ഷേ സൈമൺ സാറ് കൊടുത്തിരിക്കുന്നത് ഹാസ്യമാം ചരൽക്കല്ലുവാരി എറിഞ്ഞു. ആക്ഷേപത്തിന്റെ കല്ലുകൾ, അപമാനത്തിന്റെ കല്ലുകൾ, അപവാദത്തിന്റെ കല്ലുകൾ, ആക്ഷേപത്തിന്റെ ചരൽക്കല്ല് വാരി നോഗയ്ക്കിട്ടെറിയുമ്പോഴും നോഗയ്ക്ക് ഒരു ഉറപ്പുണ്ട്. എന്നോടൊരുവൻ ദൂത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞവൻ സർവത്തെ സൃഷ്ടിച്ച ദൈവമാ, എനിക്ക് ആലോചന തന്നവൻ എന്റെ ദൈവമാ, എന്നെ ഈ വേലക്കാക്കിയത് സർവജ്ഞനായ ദൈവമാ, എന്നെ രക്ഷിച്ചവൻ എന്റെ ദൈവമാ. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷം നടക്കും. എന്തിനേറെ ഞാൻ ഇതൊക്കെ വിസ്തരിച്ച് പ്രസംഗിക്കാൻ, അതിന്റെ ചൊല്ലും ചൊലുത്തും ഒക്കെ ആയിട്ട് പ്രസംഗിച്ചാൽ വെളുക്കുവോളം പ്രസംഗിക്കാനുണ്ട്. ഞാൻ അങ്ങനെ നിന്നാൽ നിങ്ങൾ ചിലർ വേണം ഇരുന്നും തരും. പിന്നെ പോകുമ്പോൾ നിങ്ങൾ പറയും അയക്കല്ലേലും ബോധമുള്ളവനല്ല, ആൾക്കാരെ കാണുമ്പോൾ അയക്കിളക്കം ഉള്ളതാ എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക ഇന്ന്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നോഹ ഇങ്ങനെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ആരും രക്ഷപ്പെട്ടില്ല. എന്തിനേറെ ഒടുവിൽ ടൈം ആയപ്പം ദൈവം പറഞ്ഞു അകത്തോട്ട് കയറാൻ പറഞ്ഞു. നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും, പിന്നെ മൃഗജാലവും ഇഴജാതിയും പറവജാതിയെല്ലാം ഇതിനകത്ത് കയറി. എനിക്കതൊക്കെ ഓരോന്ന് വിസ്തരിക്കുന്ന ഇഷ്ടമാണ്. സാറ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പ്രയോഗമാണ്, കയറിയവരും ഇറങ്ങിയവരും. അതിങ്ങനെ നോകിന്റെ തനയരാം യാബേത്തും ശേമും ഹാമും. നോഹിന്റെ മക്കള് യാബത്ത് ശേമ്. നോകിന്റെ തനയരാം യാബേത്തും ശേമും ഹാമും. നോഹും നോഹിന്റെ പക്കിനിയും വീടിന് കാവം നിൽക്കും കുക്കുരം പട്ടി. വീട്ടിൽ കാവല് കിടന്ന പട്ടി പെട്ടകത്ത് കയറി. പാപ്പച്ചൻ ഇതുവരെ കയറിയിട്ടില്ല. പാപ്പച്ച, ഇന്ന് രാത്രി നീ പെട്ടകത്തിനകത്ത് കയറണം. നിന്റെ പട്ടി പെട്ടകത്ത് കയറുക. പാപ്പൻ ഇതുവരെ കയറിയിട്ടില്ല. ഇന്ന് രാത്രി സുപ്രസാദ കാലമാ, ഇത് രക്ഷാദിവസമാ. ദൈവം നിനക്ക് ഇന്ന് രാത്രി അവസരം തരിക. പട്ടി ഇതിനകത്ത് കയറിയെന്ന്. വീടിന് കാവം നിൽക്കും കുക്കുരം പട്ടി, കുക്കുരം മാർജരങ്ങൾ. നിന്റെ പൂച്ച ഇതിനകത്ത് കയറി ബുസി. പക്ഷേ ബ്ലസി ഇതുവരെ കയറിയില്ല. ഈശോന്നോ? അതിനെ ബ്ലസിയുടെ കാര്യം പറഞ്ഞപ്പോ ഈശോന്ന് വെച്ചേ? മോനാന്നോ വെച്ചേ? ആരാ വെച്ചേ? അവനാന്നോ? നീ പാല് കൊടുത്ത ബുസി പെട്ടകത്തിൽ കയറി. ബ്ലസി നീ ഇതുവരെ. വീടിന് കാവം നിൽക്കും കുക്കുരന്മാർ ജരങ്ങൾ ആടുമാടുകൾ കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാങ്കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലിക്കോലവും ശൂലശീലമാം പുള്ളിപ്പുലുജാലവും അർത്ഥമർത്ഥ്യ രൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളം പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി. കരിമന്തി വരെ അകത്ത് കയറി. കുഞ്ഞുഞ്ഞമ്മ ഇതുവരെ കയറിയില്ല.
തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോടി, നത്തോട്, പൊന്മാൻ, മരംകൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും എന്ന് പറഞ്ഞാൽ ഇഴജാതിയും പറവജാതിയും മൃഗജാതി മനുഷ്യജാതിയിൽ 8 പേരും പെട്ടകത്തിനകത്ത് കയറി സർവജ്ഞനായ ദൈവം തമ്പുരാൻ പെട്ടകത്തിന്റെ വാതിലടച്ചു. ആമേൻ, സ്തോത്രം. എന്തിനേറെ വിവരിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ദൈവം തമ്പുരാൻ മേളിലത്തെ ഉറവേം തുറന്നു. വിധാനമുണ്ടാക്കിയിട്ട് വിധാനത്തിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വിധാനത്തിന്റെ ഉറവ അങ്ങ് മാറ്റി എന്ന് മേളിൽ നിന്ന് വന്നു. ആ താഴത്തെ ഉറവയും കൂടെ ദൈവം തുറന്നു. പെട്ടകമുണ്ടാക്കിയ ചട്ടമ്പികളും ആശാരിമാരും ഒക്കെ എന്ന സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം. ആരുമായിക്കോട്ടെ, കാർപ്പൻ്റർ ആരുമായിക്കോട്ടെ, ദൈവത്തിന് മഹത്വം. ആ പെട്ടകമുണ്ടാക്കിയവര്, തോത് പിടിച്ചവര്, വക്ക് പിടിച്ചവര്, ചിന്തേരിട്ടവര്, ആ തടി മുറിച്ചവര്, അത് അറത്തവര്, വാളന്മാര്, സാകലയൊന്ന് ഇങ്ങനെ നിൽക്കുമ്പം ഒരു ചെറിയ നനവേ. അന്നേരം പറഞ്ഞ് വേച്ചാൽ കാല് നനയുന്നല്ലോ. അന്നേരം പറഞ്ഞ് നനയല്ല, താഴുന്നുണ്ടെന്ന് പറഞ്ഞു. തമ്പുരാൻ തുറന്നുറവാ. അപ്പം പ്രൈസാൻ പക്ഷേ ഇപ്പൊ ചെയ്തവൻ ഗിറ്റാർ പാട്ട് ഓടുക, അച്ഛാ വെള്ളം അച്ഛാ, അവനും വായിച്ചോണ്ടാവും ഓടുന്നത്. ഇവനിങ്ങനെ നിൽക്കുന്ന നല്ലാതെ ഇവൻ ഇതിനകത്ത് കയറിയില്ല. അവൻ ഗിറ്റാറുമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അയ്യോ, എന്നാലും ഓർഗൺ വെച്ചോ പറഞ്ഞ് എൻ്റെ ബാഗിനകത്തോട്ട് പെട്ടെന്ന് ഓർഗൺ. ഞാൻ സ്കൂട്ടറെ പോകുന്നു. സ്കൂട്ടറായിട്ട് പിടവൂര് പാലം ചെന്നപ്പം അടിച്ചു തൂത്ത് വെള്ളം. സുനാമി അറിയാമല്ലോ. അതിൻ്റെ കുന്തവും താഴെ പോയി. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ അടിച്ചവൻ പറഞ്ഞു, അവനും കുഴഞ്ഞു. അന്നേരം മറ്റവൻ ശാന്ത തുറമുഖത്ത് അടുത്ത്, അവനും വെള്ളത്തിൽ വീണു. മനസ്സിലായോ? ഏറെ എണ്ണവും വെള്ളം കുടിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം. അകത്ത് കയറി രക്ഷപ്പെട്ടത് വെറും 8 പേര്. 4-ാമത്തെ ആയത്തിനൊടുവിൽ ആരാധന തുടങ്ങിയെന്നാ. രക്ഷപ്പെട്ടത് എത്രയാ? 8. ഈ ആരാധിച്ചവരല്ല എന്ത് ചെയ്യേ? ഒറ്റ വാക്ക് പറയാം, ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. പ്രമാണം കാത്ത്, പ്രമാണപ്രകാരം പെട്ടകം പണിത്, പ്രമാണപ്രകാരം അകത്ത് കയറിയവര് രക്ഷപ്പെട്ടു. ബോധിച്ചതുപോലെ തോന്നിയതുപോലെ വ്യവസ്ഥ തെറ്റിപ്പോയത് മുഴുവൻ വെള്ളം കുടിച്ച് ചത്തു. കർത്താവിന്റെ വരവിൽ ഇത് സംഭവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. ഈ രാത്രി യോഗത്തെ സംബന്ധിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ വചനം കേട്ട ആർക്കും ഒരു ദോഷം വരരുത്. നീ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. മോനെ നീ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടോ? വെള്ളത്തിൽ മുങ്ങി. ഇതെല്ലാം ഇങ്ങനെ വെച്ച അവസാനം നരകത്തിൽ പോകരുത്. എന്നെ പിടിച്ചേച്ചേ, ഞാനങ്ങ് പോവും. നിന്റെ കാര്യം ഓർക്കുമ്പോളാ. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലേ? ഒരു തവല മെമ്പറാണല്ലോ. നമ്മളോ ഓളിയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അവസാനം അവിടെ ചെന്ന് പെടരുത്. ഓളി ചോദിച്ചാൽ കുറച്ച് തന്നാലും അങ്ങ് വരണം. നീ രക്ഷിക്കപ്പെട്ടതല്ലേ? ഇല്ല അവന് മോൻ, നീ രക്ഷിക്കപ്പെടണം. ഇങ്ങോട്ട് ചോദിക്കാൻ. ഇവിടെ നരകമുണ്ട്. നീ അവിടെ പോയി പെട്ടുപോകരുത്. യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. പാട്ടുകാരൻ നിങ്ങളെല്ലാം ദൈവമക്കളാണല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ഗതികേടാ വന്നേക്കുന്നത്. കാരണം ഈ കോറം തയ്ക്കാൻ എവിടുന്നേലും 1 2 അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന കാലമാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും നിത്യത കാണണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം പറഞ്ഞു നിർത്താം. പ്രമാണം കാത്ത 8 എണ്ണം അകത്ത് കയറി രക്ഷപ്പെട്ടു. ബാക്കി മുഴുവൻ വെള്ളം കുടിച്ച് ചത്തുമലച്ചു. സാറ് കൊടുത്തേക്കുന്നത് ചമ്മന്തിക്ക് പോലും 1 ഇട്ടില്ലെന്ന. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വരാറായി, തിരുസഭയെ ചേർക്കാറായി, നിന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം തീരാറായി. ഇത് വേഗം തീരും. നമ്മൾ ഇവിടുന്ന് പറന്നു പോകും. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ ഗംഭീരനാഥത്തിങ്കൽ കോടി കോടി വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തു വരികയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടായി 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേറ്റ് അവൻ പൗലോസ് പറയുക, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ പ്രത്യാശകളുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.